താങ്കൾ ഈ സ്പോർട്സ് മെഡിസിൻ രംഗത്ത് പ്രവർത്തിക്കുന്നയാളാണല്ലോ. ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് അത് കായിക താരങ്ങൾക്ക് അത് സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. അത് ഭാരപരിശോധനയ്ക്ക് മുൻപ് ആ വെയിറ്റ് ലോസ് ഉണ്ടാക്കിയെടുക്കുകയാണ് അവർ ചെയ്യുന്നതും. അതൊരു സ്വാഭാവികമായ പ്രക്രിയയാണല്ലോ. ഇവിടെ എങ്ങനെയാണ് ഇത്തരം ഒരു പിഴവ് സംഭവിച്ചത്? ആരെയാണ് ഇക്കാര്യത്തിൽ ബ്ലെയിം ചെയ്യേണ്ടി വരിക? നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ബ്ലെയിം ചെയ്യാൻ ഒക്കത്തില്ല. ഒരു ആളിനെ തന്നെ നമുക്ക് ബ്ലെയിം ചെയ്യാൻ ഒക്കത്തില്ല. ബിക്കോസ് ഒന്ന്, വിനീഷ് ആക്ച്വലി കാറ്റഗറൈസ് എപ്പോഴും 53 കിലോയിലാണ് എപ്പോഴും കോമ്പീറ്റ് ചെയ്യുന്നത്. ഈ കോമ്പറ്റീഷന് 50 കിലോയിലോട്ട് വന്നായിരുന്നു. സോ 50 കിലോന്ന് പുള്ളിക്കാരി കോമ്പീറ്റ് ചെയ്തപ്പം എന്താ നടക്കുന്നതെന്ന് പറഞ്ഞാൽ, വെയിൻ ചെയ്യുമ്പം നമ്മൾ യൂഷ്വലി മാക്സിമം ഒരു ഫ്യൂ കിലോസിൽ ഒളിമ്പിക്സിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു വിട്ടുവീഴ്ച പോലെ ഇല്ലാത്ത. ബാക്കി എല്ലാ ഒരു മീൻസ് ഇന്റർനാഷണൽ റെസ്ലിംഗ് കോമ്പറ്റീഷനിൽ വേൾഡ് കപ്പും അല്ല, അപ് ടു 2 കിലോസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലൗഡ് ആണ്. സോ പ്രോബ്ലം എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, ഇവര് ഫസ്റ്റ് വെയിനിൽ 2 കിലോസിന്റെ കൂടുതൽ വയറില് അവരിങ്ങനെ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു, ന്യൂസിൽ ഉണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് വെയിൻ അവർ ചെക്ക് ചെയ്തപ്പം ബിഫോർ ഇവര് നന്നായിട്ട് വെയിറ്റും പിന്നെ ബൗട്ടില് ഇവര് മാക്സിമം 1 കിലോ ആണ് അവര് ഫുഡ്, 1.5 to 1 കിലോ ആണ് അവര് ഫുഡ് കഴിച്ച് ടോട്ടൽ എനർജി കിട്ടാനായിട്ട്. ബിക്കോസ് 3 ബൗട്ട് ഉണ്ടായിരുന്നു കോമ്പറ്റീഷനിൽ. ബൗട്ട് കഴിഞ്ഞിട്ട് അവര് വെള്ളം കുടിക്കണം. ബിക്കോസ് എന്തെങ്കിലും വാട്ടർ എന്താ നടക്കുന്നത് പറഞ്ഞാൽ, ഡീഹൈഡ്രേഷൻ നമ്മൾ അലൗ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അത്ലറ്റ് പെർഫോമും ചെയ്യാനൊക്കത്തില്ല. പ്ലസ് ഇഞ്ചുറി റിസ്ക്കും ഭയങ്കര കൂടുതലാണ്. സോ പോസ്റ്റ് വെയിൻ അവർ ചെക്ക് ചെയ്തപ്പം, മീൻസ് ഇൻഡിവിജ്വലി ഡോക്ടർ ദിൻഷയും ടീമും അവർ ചെക്ക് ചെയ്തപ്പം വെയിറ്റ് കുറച്ച് കൂടുതലായിരുന്നു. അവര് ചെക്ക് ചെയ്തപ്പം പിന്നെ അവര് പ്ലാൻ ചെയ്തിട്ട് വെയിറ്റ് കുറയ്ക്കാൻ മാക്സിമം നോക്കിയായിരുന്നു. ഈ സോന, അപ്പം നമ്മൾ നന്നായിട്ട് സ്വെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് കുറയ്ക്കും. പ്ലസ് ഫുഡ് കുറെ എല്ലാം ഡീഹൈഡ്രേഷൻ, വെള്ളം കുറയ്ക്കുക, കുറെ എല്ലാം അവർ ട്രൈ ചെയ്തായിരുന്നു അലോങ് വിത്ത് ഡയറ്റീഷ്യൻ, പ്രോപ്പർ ഹെൽത്തി മാനറിൽ. പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് അൺഹെൽത്തി മാനർ ഇത് ചെയ്യാം, പക്ഷെ റിസ്ക് ഓഫ് അത്ലറ്റ് ഭയങ്കര ഹൈ ആണ് ഹെൽത്തിന്. അത് ഡോക്ടർ ദിൻഷ ചെയ്തിട്ടില്ല പേർപ്പസ്ലി, സോ ദാറ്റ് നമ്മൾ ഇഞ്ചുറി ഒന്നും പെടാതെ, സോ ദാറ്റ് ലൈഫ് ഒന്നും റിസ്ക് ആവാൻ പാടില്ല. അത് സോ ആ ടൈം സെക്കൻഡ് വെയിൻ ചെക്ക് ചെയ്തപ്പം ജസ്റ്റ് 100 ഗ്രാം ആണ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഒരാളിനെ മാത്രം ബ്ലെയിം ചെയ്യാൻ ഒക്കത്തില്ല. ഇതൊരു വിട്ടുവീഴ്ചയാണ്. ഐ എം നോട്ട് സെയിങ് ഇത് കംപ്ലീറ്റ്ലി ബ്ലെയിംലെസ് അല്ല. ഇത് ഒരു ഗ്രൂപ്പ് ആയിട്ട് അവര് പ്രോപ്പർ ആയിട്ട് ഒരു പ്ലാൻ മെത്തേഡ് ആയിരുന്നെങ്കിൽ ഇത് നേരത്തെ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി 100 ഗ്രാം ആൻഡ് UWDന്റെ ഫിക്സ്ഡ് റൂൾ ആണ്, ഒളിമ്പിക്സിൽ നോട്ട് മോർ ദാൻ 50 കിലോന്റെ മുകളിൽ പോയാൽ അപ്പൊ തന്നെ ഡിസ്ക്വാളിഫൈ ആവും സെക്കൻഡ് വെയിൻ ചെയ്യുമ്പോൾ. പക്ഷേ ശ്രീ സിദ്ധാർത്ഥ് ഉണ്ണിത്താൻ, ഈ വിനേഷ് ഫോഗട്ട് നേരത്തെ 53 കിലോ ഇനത്തിൽ മത്സരിച്ചു കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അത് തന്നെ ഒരു റിസ്ക് ആയിരുന്നു 50 കിലോയിലേക്ക് മാറുക എന്നുള്ളത്. ശരീരഭാരം പെട്ടെന്ന് കുറയ്ക്കേണ്ടി വരുന്നു. ഇവിടെ ആദ്യ ദിവസം അന്ന് 3 മത്സരങ്ങളാണ് ഉള്ളത്. 3ലും ഉജ്ജ്വല വിജയം നേടുകയും ചെയ്തു. അന്ന് രാവിലെ വെയ് ചെയ്തപ്പോൾ 50 കിലോയ്ക്ക് അടുത്തായിരുന്നു ശരീരഭാരം. പൊടുന്നതിന് ശരീരഭാരം കൂടുകയാണ് ഉണ്ടായത്. അത് ആ ദിവസത്തെ ഭക്ഷണം കൂടി കഴിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് സംഭവിച്ചത്. പക്ഷേ ഇത് ഈ വെയിങ്ങിലേക്ക് കയറുന്ന സമയത്ത്, ഏതാണ്ട് പാരീസിലെ സമയം 7:15 കൂടിയാണ് വെയിങ്ങിനായിട്ട് പോകുന്നത്. ആ സമയത്ത് ഇന്ത്യൻ ക്യാമ്പിന് അറിയാവുന്നതല്ലേ വെയിറ്റ് കൂടുതലാണ് എന്നുള്ളത്. രാത്രി ഒരുപാട് എക്സസൈസ് ചെയ്ത് റെഡ്യൂസ് ചെയ്യാനുള്ള ശ്രമം നടന്നെങ്കിൽ പോലും ഈ ഭാരപരിശോധനയ്ക്ക് കയറുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു വെയിങ് ഉണ്ടാകുമല്ലോ. എന്നിട്ടാണല്ലോ ഭാരപരിശോധനയ്ക്ക് പോവുക. അവിടെയും 15 മിനിറ്റ് സമയം കിട്ടുന്നതല്ലേ. റീവെയിങ് കൂടി ഉണ്ടല്ലോ. അവിടെയാണ് വിട്ടുവീഴ്ച ഇരിക്കുന്നത്. മീൻസ് അവിടെയാണ് പ്രോബ്ലം വരുന്നത്. ഇവർക്ക് കുറച്ചുകൂടെ സമയം എടുക്കാൻ പറ്റും. പക്ഷെ പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ, എത്ര നമ്മൾ കട്ട് ചെയ്താലും നമ്മൾ വാട്ടറും നമ്മൾ വെയിറ്റ് മുടി വെട്ടി അവര് കുറെ ചെയ്ത് നോക്കി. പിന്നെ UWDന്റെ റൂൾസ് ഉണ്ട്. മീൻസ് നമുക്ക് ക്ലോത്തിങ്, നമുക്ക് കറക്റ്റ് ക്ലോത്തിങ് ഉണ്ടാവണം. ക്ലോത്തിങ് നമുക്ക് കട്ട് ചെയ്യാൻ ഒക്കത്തില്ല. അങ്ങനത്തെ കുറെ റൂൾസും ഉണ്ട് അതില്. സോ ദാറ്റ് വെയിൻ അങ്ങനെ നമുക്ക് ഭയങ്കര ചേഞ്ച് ചെയ്യാൻ ഒക്കത്തില്ല. ആൻഡ് അവരുടെ വിശ്വാസം കറക്റ്റ് ആയിട്ട് ലെസ് ദാൻ 100 ഗ്രാം എന്ന് പറഞ്ഞാൽ ബേസിക്കലി 4 ഓറഞ്ചിന്റെ ഷേപ്പ് ആണ്, അല്ലെങ്കിൽ 4 ഡേറ്റിന്റെ വെയിറ്റ് ആണ്. അതാണ് ആക്ച്വൽ 100 ഗ്രാം എന്ന് പറയുമ്പോൾ. സോ അത്രയും മൈന്യൂട്ട് ആയിട്ടാണ് അവര് മിസ് ചെയ്ത്. അത് എല്ലാരും വി ഹാവ് ടു ബ്ലെയിം. മൊത്തം മെഡിക്കൽ ടീമിനും കോച്ചിനും എല്ലാരും ഒരുമിച്ചാണ് നമ്മൾ ബ്ലെയിം ചെയ്യേണ്ടത്. ഇതൊരു വിട്ടുവീഴ്ചയാണ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി വിനീഷ് ആണ് അത് സഹിക്കേണ്ടത്. മീൻസ് പ്രോബ്ലം നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട് ഇങ്ങനെ ഒരു ഫസ്റ്റ് ടൈം ഒളിമ്പിക്സിൽ ഉണ്ടാവുന്ന ഇന്ത്യൻ അത്ലറ്റിന്. ശരി.